ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് WREയിലെ മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പം ഒരു ചെറിയ മൊഡ്യൂളാണ്, നമുക്ക് നോക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രീം ഫ്ലോ മെഷർമെൻറ്റ്, അതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കും. എന്നിട്ട് അതിലെ സ്ട്രീം ഫ്ലോ മെഷർമെൻറ്റ് യൂസിങ് ഏരിയ വെലോസിറ്റി മെത്തേഡ്. ഓക്കെ, അതാണ് എടുത്ത് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഏരിയ വെലോസിറ്റി മെത്തേഡ് മാത്രം മതി എന്നാണ് ഡീറ്റെയിൽഡ് ആയിട്ട്. ഓക്കെ, ബാക്കി മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞു വെക്കാം. ഓക്കെ, അപ്പം നമുക്കറിയാം ഹൈഡ്രോളജിക് സൈക്കിളിന്റെ ഓരോരോ പാർട്സ് ആണ് എന്തൊക്കെ, പ്രസിപ്പിറ്റേഷൻസ്, ഇവാപ്പറേഷൻസ്, ഇവാപ്പോ ട്രാൻസ്പിറേഷൻസ് ഒക്കെ അല്ലെ. പക്ഷെ ഇതിന്റെയൊക്കെ എക്സാക്ട് വാല്യൂ മെഷർ ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഹൈഡ്രോളജിക് സൈക്കിളിന്റെ തന്നെ പാർട്ടായിട്ടുള്ള സ്ട്രീം ഫ്ലോ അത് നമുക്ക് ആക്യുറേറ്റ്ലി മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ട്രീം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ അല്ലെ, റിവറിലോട്ട് വന്ന് കണക്ട് ചെയ്ത് വരുന്നത് ഫ്ലോ ചാനൽസ് ആണ്. ഓക്കെ, അപ്പം ഒരു ബേസിൻ, ഒരു ഏരിയ ഉണ്ടെങ്കിൽ അവിടുന്ന് സർഫസ് റൺ ഓഫ് ഡ്രെയിൻ ചെയ്ത് ചേരുന്നത് ഈ പറഞ്ഞ സ്ട്രീം എന്ന ഫ്ലോ ചാനലിലോട്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് പിന്നെ അതിങ്ങനെ ഫ്ലോ ചെയ്ത് റിവറിൽ വന്ന് വീഴുവായിരിക്കും, മീൻസ് കണക്ട് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പം ആ ഒരു പർട്ടിക്കുലർ സ്ട്രീമിലെ ഫ്ലോ മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ ഡിസ്ചാർജ് കണ്ടുപിടിക്കുക എന്ന് തന്നെ. അപ്പം ഡിസ്ചാർജിന്റെ യൂണിറ്റ് തന്നെ ആയിരിക്കും എന്ത്, സ്ട്രീം ഫ്ലോന്റെ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ അപ്പം എന്താണ്, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് തന്നെ. ഓക്കെ, അപ്പം ഒരു ഹൈഡ്രോളജിക്കൽ സൈക്കിളിലെ സ്ട്രീം ഫ്ലോ എന്നുകൊണ്ട് നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ റൺ ഓഫിന്റെ ഫേസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഹൈഡ്രോളജിക്കൽ സ്റ്റഡീസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ഡാറ്റ എന്ന് പറയുന്നത് അവിടുത്തെ സ്ട്രീം ഫ്ലോയിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവിടുത്തെ എന്തുമാത്രമാണ് അവിടുത്തെ ഫ്ലോ മെഷർമെന്റ് എങ്ങനെയാണ്, ഏത് പോയിന്റിലാണ് അത് കണ്ടുപിടിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഹൈഡ്രോളജിക്കൽ സ്റ്റഡീസിന്റെ ഏറ്റവും ബേസിക് ഡാറ്റാസ് തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്ട്രീം ഫ്ലോ അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ ഡിവൈസസ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് അടുത്തത് മെത്തേഡ്സ് ഫോർ സ്ട്രീം ഫ്ലോ മെഷർമെന്റ്സ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പം സ്ട്രീം ഫ്ലോ മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് ഡിസ്ചാർജും, രണ്ടാമത്തത് ഇൻഡയറക്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് ഡിസ്ചാർജ്. ഇപ്പൊ ഡിസ്ചാർജ് ആണല്ലോ നമ്മൾ മെഷർ ചെയ്യുന്നത്, ക്യൂ അല്ലേ, ആ വാല്യൂ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ചെയ്യാം, ഇൻഡയറക്റ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തും ചെയ്യാം. അതിലെ ഡയറക്റ്റ് മെത്തേഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഏരിയ വെലോസിറ്റി മെത്തേഡ്, ഡൈലൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ അതിനെ നമുക്ക് കെമിക്കൽ മെത്തേഡ് എന്ന് നമ്മൾ പറയാം, ഇലക്ട്രോമാഗ്നറ്റിക് മെത്തേഡ്, അൾട്രാസോണിക് മെത്തേഡ്. ഓക്കെ, ഈ പറഞ്ഞ 4 ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് ഡിസ്ചാർജ് ഇതിൽ വരുന്നത്. ഇനി അടുത്തത് ഇൻഡയറക്റ്റ് മെത്തേഡ്സിൽ വരുന്നത് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് സച്ചസ് വിയേഴ്സ്, ഫ്ലൂംസ് എക്സെട്ര. എന്നുവെച്ചാൽ നമ്മൾ FM പഠിച്ചിട്ടില്ലേ, ഒരു ഓപ്പൺ ചാനലിലെ ഡിസ്ചാർജ് നമുക്ക് വിയർ, ഫ്ലൂം ഒക്കെ വെച്ച് കണ്ടുപിടിക്കാം എന്നൊക്കെ നിങ്ങൾ FM 1, 2 ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ സ്ലോപ്പ് ഏരിയ മെത്തേഡ്, ഇത് രണ്ടുമാണ് ഇൻഡയറക്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് ഡിസ്ചാർജിൽ വരുന്നത്. ഇതിലെ ഏരിയ വെലോസിറ്റി മെത്തേഡ് ആണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ആ മെത്തേഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഏരിയ വെലോസിറ്റി മെത്തേഡ്. ഓക്കെ, അപ്പം ദിസ് മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് മെഷറിംഗ് ദി ഏരിയ ഓഫ് ദി ചാനൽ സെക്ഷൻ ആൻഡ് മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ഇറ്റ്. അപ്പോൾ ഒരു ചാനൽ, ഒരു സ്ട്രീം ചാനലുണ്ട്. സ്ട്രീം ചാനലിലെ ഒരു പർട്ടിക്കുലർ ചാനൽ സെക്ഷൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെക്ഷൻ്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് ആ സ്ട്രീമിൽ കൂടെ പോകുന്ന മീൻ വെലോസിറ്റി കണ്ടുപിടിക്കുക. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. ഏതാണ് ഇക്വേഷൻ? ഡിസ്ചാർജ് ഈക്വൽ ടു ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ഫ്ലോ ഇൻറ്റു ആവറേജ് വെലോസിറ്റി, Q equal to A into V. ആ ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡിസ്ചാർജ് കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും അതുപോലെ തന്നെ അവിടുത്തെ മീൻ വെലോസിറ്റിയും കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് ഡിസ്ചാർജ് വാല്യൂ ഓഫ് ദി പർട്ടിക്കുലർ സ്ട്രീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്തൊക്കെ വേണം, ഏരിയയും വേണം, വെലോസിറ്റിയും വേണം. ഓക്കെ, ഇനി ഇതിലെ വെലോസിറ്റി നമുക്ക് ആദ്യമേ എങ്ങനെ മെഷർ ചെയ്യാം നോക്കാം. അപ്പോൾ അതിന് പല ഡിവൈസസ് യൂസ് ചെയ്യാം. ഓരോന്ന് എന്താണെന്ന് നോക്കാം. സർഫസ് ഫ്ലോട്ട്, സബ് സർഫസ് ഫ്ലോട്ട്, ട്വിൻ ഫ്ലോട്ട്, വെലോസിറ്റി റോഡ്, കറണ്ട് മീറ്റർ, പിറ്റ്യൂട്ട് ട്യൂബ്. പിറ്റ്യൂട്ട് ട്യൂബ് ഒക്കെ നമ്മൾ FM പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ലാബിലൊക്കെ ഡിസ്ചാർജ്, ലാബിൽ ഒരു ചാനൽ പോലെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെയൊക്കെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ നമുക്ക് പിറ്റ്യൂട്ട് ട്യൂബ് യൂസ് ചെയ്യാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്കി ഓരോന്ന് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഏതായിരുന്നു, സർഫസ് ഫ്ലോട്ട് അല്ലെ. സർഫസ് ഫ്ലോട്ട് മെത്തേഡ് എന്താന്ന് നോക്കാം. അപ്പം ഇവിടെ ഒരു ഫ്ലോട്ട് വേണം അല്ലെ. ഫ്ലോട്ട് എന്ന് വെച്ചാൽ എന്താണ്, വെള്ളത്തിൽ കൂടെ ഇങ്ങനെ, വെള്ളത്തിന്റെ സർഫസിൽ കൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നതിനെ നമുക്ക് ഫ്ലോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കാം. അപ്പം ഇറ്റ് ഇസ് എ പീസ് ഓഫ് കോർക്ക് ഓർ എനിത്തിങ് എൽസ്. അങ്ങനെ എന്തേലും ആകാം, ഒരു കോർക്കിന്റെ ഒരു പീസ് അല്ലെങ്കിൽ അങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന എന്തും ആകാം. വിച്ച് ക്യാൻ ഫ്ലോട്ട് ഇൻ വാട്ടർ. ദേ ആർ പെയിന്റഡ് അറ്റ് ടോപ്പ് ആൻഡ് സംടൈംസ് എ ഫ്ലാഗ് ഇസ് പ്രൊവൈഡഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ഫ്രം അതർ ഫ്ലോട്ടിംഗ് ഒബ്ജക്ട്സ്.
അപ്പം അതിനെ ഒന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ചിലപ്പം അതിന്റെ ടോപ്പ് പോർഷൻ നമുക്ക് വേണമെങ്കിൽ പെയിന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഫ്ലാഗ് കൊണ്ട് കൊടുക്കാം. കാരണം ആ ഒരു സ്ട്രീമിൽ എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമുക്ക് വേണ്ടാത്ത കുറെ സാധനം ഫ്ലോട്ട് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. നമ്മുടെ നമുക്ക് വേണ്ട ഡിവൈസ് എന്ന് പറയുന്നത് ഫ്ലോട്ട് എന്ന് പറയുന്നത് ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ഫ്ലാഗും കൂടെ അതിൽ വെക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ഇമേജ് കണ്ടോ, ഇതാണ് ഒരു ഫ്ലോട്ടിനെ കാണിച്ചിരിക്കുക, ഒരു ചെറിയൊരു ഫ്ലാഗും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് എന്ത് ഒരു വ്യൂ ആ, നമ്മൾ ആ ഒരു ചാനലിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആയിട്ട് എടുത്താൽ ഫ്രണ്ട് വ്യൂ പോലെ എടുക്കുവാണെങ്കിൽ അതിന്റെ ഒരു ഇമേജ് ആണ്. കുറച്ച് വെള്ളത്തിനകത്തും കുറച്ച് പുറത്തായിട്ടൊക്കെയാണല്ലോ ഫ്ലോട്ട് ചെയ്ത് പോകുന്നത്. അപ്പം ഇത് ആ ഒരു ഇമേജ് ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് വേണ്ടത് എന്താണ്, നമ്മൾ ആ സ്ട്രീമിലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോവാം. അതിന് നമുക്ക് ആ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി 2 വയർ റോപ്പിന്റെ ആവശ്യം കൂടെ ഉണ്ട്. ഓക്കെ, ഫ്ലോട്ട് കൂടാതെ 2 വയർ റോപ്പും കൂടെ വേണം. ആ 2 വയർ റോപ്പിനെ നമ്മൾ ആ ചാനലിന് അക്രോസ് ആയിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റിലും കൊടുക്കും, എൻഡിങ് പോയിന്റിലും ആയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പം ഇത് നോക്കി, ഈ ഒരു ഇമേജ് നോക്കണേ, ഇതിപ്പം ടോപ്പ് വ്യൂ ആണെന്ന് വിചാരിക്കണേ, ആ ഒരു സ്ട്രീമിന് ടോപ്പ് വ്യൂ. അപ്പം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്ട്രീമിലെ ഏതെങ്കിലും ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ എടുക്കുവാണ്, അതിനെ നമുക്ക് റീച്ച് എന്ന് പറയാം. റീച്ച് താഴെ എഴുതിക്കുന്ന കണ്ടില്ലേ, റീച്ച്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് 1 എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടുന്ന് ഒരു റോപ്പ് സ്ട്രെച്ച് ചെയ്തു അതിന് അക്രോസ് ആയിട്ട്. എന്നിട്ട് അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ആ 1 എന്ന പോയിന്റിൽ നിന്ന് ഒരു 10 മീറ്റർ മാറി നമ്മൾ അസ്യൂം ചെയ്യുവാണെന്ന് കേട്ടോ. അസ്യൂം ചെയ്യുകയും നമ്മൾ മാർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ആയിരിക്കും. 10 എന്ന് പറയുന്നത് എന്തുമാകാം, 15 മീറ്റർ ആകാം, 20 മീറ്റർ ആകാം. അപ്പം നമുക്ക് ഇവിടെ ഞാൻ 10 മീറ്റർ എന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ 1-ൽ നിന്ന് ഒരു നോൺ ഡിസ്റ്റൻസ്, അപ്പൊ ഇവിടെ ഞാൻ 10 മീറ്റർ എന്ന് പറയും. അപ്പൊ 10 മീറ്റർ മാറി 2 എന്ന പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ആ സെക്കൻഡ് വയർ റോപ്പ് സ്ട്രെച്ച് ചെയ്ത് അക്രോസ് ദി ചാനൽ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വെച്ചു. അപ്പൊ ഈ ഒരു മെത്തേഡ് സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് വിഡ്ത്ത് ഓഫ് ദി സ്ട്രീം ചാനൽ എന്ന് പറഞ്ഞാൽ അധികം ഇല്ലാത്തടത്ത്, പിന്നെ അധികം വലിയ ഡെപ്ത് ഒന്നും ഇല്ലാത്ത കേസിലൊക്കെയാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ സ്ട്രെച്ച് ചെയ്യാന്നൊക്കെ പറയുന്നത് വലിയൊരു സ്ട്രീമിൽ പോയിട്ട്, വിഡ്ത്ത് കൂടിയ സ്ട്രീമിൽ പോയിട്ടൊന്നും ആ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനത്തെ ചെറിയ സ്ട്രീമൊക്കെ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം 1 എന്ന പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിങ് പോയിന്റിലും 2 വയർ റോപ്പ് സ്ട്രെച്ച് ചെയ്തു. എന്നിട്ട് 1 എന്ന പോയിന്റിൽ നിന്ന് 15 to 20 മീറ്റർ മാറി അപ്സ്ട്രീം സൈഡിലോട്ട് വെച്ചാൽ ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് തന്നെ ഒരു 3rd റോപ്പ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വെച്ചു. ഓക്കെ, 3rd റോപ്പ് അത് നമുക്ക് കാണാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റിൽ നിന്ന് 15 to 20 മീറ്റർ മാറിയിട്ട് അതും ചെയ്തു. ഓക്കെ, അപ്പം ഫ്ലോട്ട് ഉണ്ട്, 1, 2, 3 3 വയർ റോപ്പും ഉണ്ട്, അതിനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3rd പോയിന്റിൽ നിന്ന് നമ്മൾ ഫ്ലോട്ടിനെ 3rd പോയിന്റിൽ കൊണ്ട് പ്ലേസ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഇരിക്കുന്ന സാധനം ഇവിടെ നിന്ന് റിലീസ് ചെയ്ത് അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് അങ്ങോട്ട് പോവാണല്ലോ, കാരണം ഫ്ലോ അങ്ങോട്ടാണ്. ഓക്കെ, അപ്പൊ എന്താണ്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഉള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിരിക്കില്ല, സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. അപ്പോൾ വേരിയിങ് വെലോസിറ്റി ആയിരിക്കും. പിന്നെ ഒരു 15 to 20 മീറ്റർ മാറിയാണല്ലോ 3rd പോയിന്റ്. അപ്പം ഈ ഒരു 1 എന്ന പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തുമ്പോഴേക്കും അതിനൊരു യൂണിഫോം വെലോസിറ്റി എത്തി കാണുമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ സ്റ്റോപ്പ് വാച്ചോ ടൈമറോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഈ 1 എന്ന പോയിന്റിൽ എത്തിക്കഴിയുമ്പം. എന്നിട്ട് നമുക്ക് വേണ്ടത് 1-ൽ നിന്ന് 2 വരെ എത്താൻ എന്തുമാത്രം ടൈം എടുക്കും. ഓക്കെ, ആ ടൈം നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ 1 തൊട്ട് 2 വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 മീറ്റർ ആണെങ്കിൽ 10 മീറ്റർ നമുക്കറിയാം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വെലോസിറ്റി കാണുന്നത്, 1 തൊട്ട് 2 വരെയുള്ള വെലോസിറ്റി, ഈ ഒരു റീച്ചിൻ്റെത് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ഫ്ലോ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ അല്ലേ, v ഈക്വൽ ടു d/t. എന്നിട്ട് ആ മെത്തേഡ് വെച്ചിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ. ഇതാണ് സർഫസ് ഫ്ലോട്ട്. സർഫസിൽ കൂടെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ഫ്ലോട്ട് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമുക്ക് കിട്ടുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സർഫസ് ഫ്ലോട്ട് യൂസ് ചെയ്ത് കിട്ടുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ സർഫസിലുള്ള വെലോസിറ്റി തന്നെയാണ് ആണല്ലേ നമുക്ക്. അപ്പം അവിടെ ആ ചാനലിന്റെ മീൻ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആ സർഫസ് വെലോസിറ്റി ആയിരിക്കും എടുക്കുന്നത്. പക്ഷെ ചിലപ്പോൾ ഒക്കെ ഒത്തിരി ഡെപ്ത് കൂടിയ ചാനലൊക്കെ കാണും അല്ലെ. അപ്പം നമുക്കറിയാം ഈ അടിയൊഴുക്ക് എന്നൊക്കെ പറഞ്ഞാൽ താഴോട്ട് പോകുന്നതോറും അവിടെ വെലോസിറ്റി കൂടുതലാണെന്നല്ലേ അർത്ഥം. അപ്പൊ എന്താണ് സർഫസിനെക്കാളും. അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് ഇച്ചിരി ഡെപ്ത് കൂടിയ ഇച്ചിരി ഡെപ്ത് ഇറങ്ങിയിട്ടുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അതിന് വേറെ ഡിവൈസ് വേണം. അവിടെ നമുക്ക് സർഫസ് ഫ്ലോട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതെന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, ഇതായിരുന്നു സർഫസിൽ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ മതിയെങ്കിൽ ഈ സർഫസ് ഫ്ലോട്ട് യൂസ് ചെയ്യാം. അടുത്തത് ട്വിൻ ഫ്ലോട്ട്. ട്വിൻ ഫ്ലോട്ട് എന്ന് വെച്ചാൽ അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ആ ഫ്ലോട്ടിൽ ഒരു മേളിലൊരു ഹോളോ മെറ്റൽ സ്പിയറും താഴെ വേറൊരു ഹോളോ മെറ്റൽ സ്പിയർ. അപ്പം അങ്ങനെ 2 ഹോളോ മെറ്റൽ സ്പിയേഴ്സ് ഉണ്ട്. ഓക്കെ, ഈക്വൽ സൈസിലാണ്. അതിൻ്റെ ഇത് രണ്ടിനെ കണക്ട് ചെയ്യാൻ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ. ഇതിൽ താഴത്തതിനെ നമുക്ക് ഇച്ചിരി വെയിറ്റഡ് ആയിരിക്കും, ഇച്ചിരി വെയിറ്റ് കൊടുത്തിട്ടുള്ളതായിരിക്കും. അങ്ങനെ വെക്കുന്നതിൻ്റെ കാര്യം ഇത് കറക്റ്റ് ഇങ്ങനെ വെർട്ടിക്കലായിട്ടിരിക്കാൻ വേണ്ടി, ഈ ഒരു മേളത്തതും താഴത്തോണ്ടും വെർട്ടിക്കലായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ വൺ ഓഫ് ദം ഈസ് വെയിറ്റഡ്. ഓക്കെ. എന്നിട്ട് മേളത്തത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോയി ഇത് ഇച്ചിരി താത്തുമാണ് ഇരിക്കുന്നത്, വെള്ളത്തിലോട്ട് ഇറക്കിയാണ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. ട്വിൻ ഫ്ലോട്ട് എന്ന് വെച്ചാൽ രണ്ടും ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ടും പിന്നെ ഒരു കോഡ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും ഒക്കെയാണ്. ഓക്കെ. അപ്പോൾ ഈ കോഡ് എന്ന് പറയുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഇച്ചിരി പൊക്കിയിട്ട് വെക്കാം, ഇച്ചിരി താത്ത് വെക്കാം. ആ കോഡ് അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ. പിന്നെ താഴത്തേന് ഇച്ചിരി വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യം അറിഞ്ഞു വെച്ചാൽ മതി. പിന്നെ എന്താണ്, മറ്റേ മെത്തേഡ് പോലെ തന്നെയാണ്. 1ഉം 2ഉം നമ്മൾ മാർക്ക് ചെയ്യും, 3 മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് 1ൽ നിന്ന് 2 വരെ എത്താനുള്ള ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ 10 മീറ്റർ എന്നോ അങ്ങനെ വല്ലതും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. 1ൽ നിന്ന് 2 വരെ എത്താനുള്ള ടൈം നോട്ട് ചെയ്യുക. അപ്പം എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും അല്ലേ. അങ്ങനെ കിട്ടുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു സ്ട്രീമിലെ സർഫസിലെയും ഡെപ്ത് ഓഫ് ഫ്ലോട്ട്, ഇച്ചിരി ഡെപ്ത് മാറ്റിയിട്ട് അടുത്ത സ്പീഡ് വെച്ചിട്ടുണ്ടല്ലോ, ആ പർട്ടിക്കുലർ ഡെപ്ത് ഉള്ള വെലോസിറ്റി, ആ ഡെപ്തിലുള്ള വെലോസിറ്റീൻ്റെയും കൂടെയൊക്കെ ഒരു ആവറേജ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. മറ്റേടത്ത് സർഫസിൽ മാത്രമേ ഉള്ളായിരുന്നു ഒരു ഫ്ലോട്ട്, ഇത് താഴെ മുങ്ങിയിട്ടുള്ളൊരു ഫ്ലോട്ടും ഉണ്ടല്ലോ. അപ്പം രണ്ടിൻ്റെയും കൂടെ ഒക്കെ ആവറേജ്, ആ 2 പോയിന്റിലെയും ആവറേജ് വെലോസിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അത്രയേ ഉള്ളൂ സംഭവം. ഈ ഫ്ലോട്ടിലുള്ള ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ അതിന് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ മറ്റേത് തന്നെ. 1ഉം 2ഉം മാർക്ക് ചെയ്തു, 1ൽ നിന്ന് 2 വരെയുള്ള ഡിസ്റ്റൻസ് അറിയാം, ആ ടൈം നോട്ട് ചെയ്യുക, വെലോസിറ്റി കണ്ടുപിടിക്കുക. ആ വെലോസിറ്റി എന്ന് പറയുന്നത് സർഫസ് ഫ്ലോട്ടിൻ്റെയും ആ ഒരു ഡെപ്ത് ഉള്ള ഫ്ലോട്ടിൻ്റെയും കൂടെ ഒക്കെ ആവറേജ് ആയിരിക്കും. ഓക്കെ. ഇതാണ് ട്വിൻ ഫ്ലോട്ട്. അടുത്തത് സബ് സർഫസ് ഫ്ലോട്ട്. ഓക്കെ. സബ് സർഫസ് ഫ്ലോട്ട് എന്ന് വെച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സർഫസ് ഫ്ലോട്ട് attached by a cord to a hollow metal sphere or a cylinder which is another subsurface float. ഇവിടെ എന്താണെന്ന് വെച്ചാൽ മറ്റേടത്ത് ട്വിൻ ഫ്ലോട്ടാണ്. അപ്പോൾ 2 താഴെയുള്ളതും മേളിലുള്ളതും ഒരേ ഈക്വൽ സൈസ് ആയിരുന്നു, ഈക്വൽ ടൈപ്പും ആയിരുന്നു. താഴത്തേന് ഒരു വെയിറ്റ് ഉണ്ടെന്നേ ഉള്ളായിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. മേളിലുള്ളത് ഒരു സർഫസ് ഫ്ലോട്ട് മറ്റേ നമ്മൾ ആ ഫസ്റ്റ് കേസ് പറഞ്ഞാൽ അതുപോലത്തെ ഫ്ലോട്ട് വേണമെങ്കിൽ നമുക്കൊരു ഫ്ലാഗ് ഒക്കെ വെക്കാം. എന്നിട്ട് അതിനെ ഒരു കോഡ് വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുക. പിന്നെ ഇങ്ങനെ വെയിറ്റ് ഉള്ളതൊന്നും അല്ല, അതുകൊണ്ട് തന്നെ അത് വെർട്ടിക്കലായിട്ട് നിൽക്കത്തുമില്ല. താഴെ ഒരു സബ് സർഫസ് ഫ്ലോട്ട് താന്നിരിക്കുകയാണല്ലോ സബ് സർഫസ്, അതൊരു ഹോളോ മെറ്റൽ സ്പിയറോ സിലിണ്ടറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കാം. ഓക്കെ. എന്നിട്ട് ഇത് കോഡ് വെച്ചിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പോൾ കോഡിനെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഡെപ്ത് ഏത് ഡെപ്തിലാണ് വേണ്ടത് അതനുസരിച്ച് ഇത് നമുക്ക് വേണ്ടി പൊക്കി വെക്കുകയും താത്ത് വെക്കുകയും ചെയ്യാം. ഈ ഒരു കേസിൽ ഇപ്പം നമുക്ക് കാണിച്ചിരിക്കുന്നത് ഡെപ്ത് ബോട്ടത്തിൽ നിന്ന് ആ സ്പിയറിന്റെ സെന്റർ വരെ 0.2D ഡെപ്ത് വരെ ഈ സാധനം വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പം ദ ഡെപ്ത് ടു വിച്ച് ദി സബ്സർഫസ് ഫ്ലോട്ട് ഈസ് ടു ബി കൺഫൈൻഡ് മേ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദി ലെങ്ത് ഓഫ് ദി കോഡ്. വെൻ ദി സബ്സർഫസ് ഫ്ലോട്ട് ഈസ് അഡ്ജസ്റ്റഡ് ആക്യുറേറ്റ്ലി, നന്നായിട്ട് ആക്യുറേറ്റ്ലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇവിടുത്തെ ഒരു കേസിൽ സെൻറ്റർ എന്ന് പറയുന്നത് 0.2D എബോവ് ദി ബോട്ടം ആണെങ്കിൽ വെലോസിറ്റി എങ്ങനെ ഒപ്റ്റെയിൻ ചെയ്യുന്നത്, ആ ടൈമിംഗ് കൊണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സർഫസ് ഫ്ലോട്ട് ആ കിട്ടുന്നതെന്ന് പറയുന്നത്, ആ കിട്ടുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു പർട്ടിക്കുലർ സ്ട്രീമിലെ മീൻ വെലോസിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ. അത് പിന്നെ മെത്തേഡ് എല്ലാം സെയിം തന്നെ. 1ഉം 2ഉം മാർക്ക് ചെയ്തു, 1ൽ നിന്ന് 2 വരെയുള്ള ടൈം കണ്ടുപിടിക്കുക, ഡിസ്റ്റൻസ് നമുക്ക് അറിയാമായിരിക്കും. ഫ്ലോട്ടിലുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ. സർഫസ് ഫ്ലോട്ട് കാണും, ഒരു കോഡ് കാണും, സബ് സർഫസ് ഫ്ലോട്ട് കാണും. സബ് സർഫസ് ഫ്ലോട്ടിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ആ കോഡ് വെച്ചിട്ട്. 0.2D താഴേന്ന് 0.2D വരെ സെൻറ്റർ ഉള്ള, അങ്ങനെയാണ് നമ്മൾ സാധാരണ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഫ്ലോട്ട് 1ൽ നിന്ന് 2 വരെ ഈ ഒരു മേളത്തതാണെന്നുള്ള നമുക്ക് കാണാൻ പറ്റുന്നത്, താഴത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പം മേളത്തതിനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം 1 എന്ന പോയിന്റിൽ നിന്ന് 2 എന്ന പോയിന്റ് വരെ എത്താനുള്ള ടൈം നമ്മൾ ടൈമർ വെച്ച് കണ്ടുപിടിച്ചിട്ട് ഡിസ്റ്റൻസും അറിയാമെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. ആ കിട്ടുന്നതെന്ന് പറയുന്നത് ആ സ്ട്രീമിലെ മീൻ വെലോസിറ്റി ആയിരിക്കും. അടുത്തത് വെലോസിറ്റി റോഡ് അല്ലെങ്കിൽ റോഡ് ഫ്ലോട്ട് അങ്ങനെയും പറയാം. ഓക്കെ. അപ്പം ഇവിടെ വെലോസിറ്റി റോഡ് എന്ന് വെച്ചാൽ ഒരു ഹോളോ മെറ്റൽ ട്യൂബോ ഒരു വുഡൻ റോഡോ ആയിരിക്കും. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 3 to 5 സെൻറ്റിമീറ്റർ ഒക്കെ ആയിരിക്കും. ഓക്കെ. എന്നിട്ട് ആ റോഡ് എന്ന് പറയുന്നത് അതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് വെയിറ്റഡ് ആണ്. അത് വെയിറ്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടം പോർഷനിൽ. അപ്പോൾ നമ്മൾ വാട്ടർ സർഫസിൽ നിന്ന് ടോപ്പിൽ നിന്ന് അതിങ്ങനെ താഴോട്ട് ഇറക്കിയാലും കറക്റ്റ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് താഴത്തെ പോർഷൻ വെയിറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. എന്നിട്ട് ആ റോഡ് ഇങ്ങനെ ഇറക്കി വെക്കുമ്പം അതിൻ്റെ വാട്ടർ സർഫസിൽ നിന്ന് മേലോട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് 3 to 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. എന്നിട്ട് എന്താ വെലോസിറ്റി റോഡ് വെച്ചിട്ട് നമ്മൾ വെലോസിറ്റി മെഷർ ചെയ്യും. എങ്ങനെ 1 തൊട്ട് 2 വരെ എടുത്താനുള്ള ആ മെത്തേഡ് സെയിം തന്നെയാണ്. യൂസ് ചെയ്യുന്ന ടൈപ്പ് എല്ലാം മാറി വന്നതേ ഉള്ളൂ.
അപ്പം 1 നിന്ന് 2 വരെ എത്താനുള്ള ഡിസ്റ്റൻസും ടൈമും കണ്ടുപിടിക്കുക. അപ്പോൾ കിട്ടുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് സാധാ v ആയിരിക്കും. ഇനി നമുക്ക് മീൻ വെലോസിറ്റി എന്ന് പറയുന്നത് അത് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. മറ്റിടത്തൊക്കെ ആ കിട്ടുന്ന വെലോസിറ്റി ആയിരുന്നു മീൻ വെലോസിറ്റി. ഇവിടെ മീൻ വെലോസിറ്റി നമ്മൾ വെലോസിറ്റി റോഡ് വെച്ചിട്ടാണ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നതെങ്കിൽ അവിടെ മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇത് ചാനൽ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. വി എം ഈക്വൽ ടു ആണ് v ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 1.02 മൈനസ് 0.116 ഇൻറ്റു റൂട്ട് ഓഫ് d1/d. ഓക്കെ, ഇവിടെ d1 എന്ന് പറയുന്നത് ആ ഒരു വെലോസിറ്റി റോഡില്ലേ അതിങ്ങനെ മേളിൽ നിന്ന് ഇറക്കി വെച്ചാൽ ബോട്ടത്തിൽ നിന്ന് ആ റോഡിൻ്റെ ബോട്ടം വരെ എത്താനുള്ളത്, ആ സ്ട്രീമിൻ്റെ ബെഡിൽ നിന്ന് റോഡിൻ്റെ ബോട്ടം വരെ എത്താനുള്ള ഡിസ്റ്റൻസ് d1ഉം ഡെപ്ത് ഓഫ് ഫ്ലോവിനെ സ്മോൾ d എന്ന് പറയാം. പിന്നെ 3 to 5 സെൻറ്റിമീറ്റർ മേളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് റോഡ് ഇരിക്കുന്നത്. ഇതാണ് വെലോസിറ്റി റോഡ്. ഈ പോർഷൻ വെയ്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഹാച്ച് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെർട്ടിക്കലായിട്ട് നിൽക്കാൻ വേണ്ടി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം വി നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുപിടിച്ചിട്ട് 1 തൊട്ട് 2 വരെയുള്ള ഡിസ്റ്റൻസും ടൈമും കണ്ടുപിടിച്ചിട്ട് വി എം നമ്മൾ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കും. അടുത്തത് ആണ് കറണ്ട് മീറ്റർ. ഏറ്റവും അക്യുറേറ്റ് ഡിവൈസ് ആണ്. നമുക്ക് നോക്കാം. The velocity of flow at any point in the open channel can be most accurately and conveniently determined by means of a mechanical device. അതാണ് കറണ്ട് മീറ്റർ. ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വീൽ വിച്ച് റിവോൾവ്സ് ഡ്യൂ ടു ഫോഴ്സ് ഓഫ് കറണ്ട് വെൻ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ. അപ്പം സംഭവം ഇതേപോലെയാണ് ഇരിക്കുന്നത്, കണ്ടോ? ഒരു വീല് പോലെ കാണും. അത് റിവോൾവ് ആകും എപ്പോഴാണ് ഈ ഒരു ഡിവൈസ് വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചാൽ ആ ഒരു ഫോഴ്സ് ഓഫ് കറണ്ട് കാണണം. ഓക്കെ, അപ്പം കറണ്ട് മീറ്റർ ഓഫ് കോമൺ യൂസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ 2 കാറ്റഗറീസ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതിനെ 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അത് കാറ്റഗറൈസ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദി ടൈപ്പ് ഓഫ് റിവോൾവിംഗ് പാർട്ട് ഈസ് യൂസ്. അതിനുള്ള റിവോൾവിംഗ് ചെയ്യുന്ന പാർട്ടിന്റെ അതനുസരിച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഇത് നോക്കുക, കറണ്ട് മീറ്റർ ഇൻ വിച്ച് കോണിക്കൽ കപ്സ് ആർ യൂസ്ഡ്. കോണിക്കൽ കപ്സ് ആണ് അവിടെ റിവോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു കാറ്റഗറി. അതിൽ വരുന്നതാണ് അനീമോമീറ്റർ, പ്രൈസ് കറണ്ട് മീറ്റർ. പ്രൈസ് കറണ്ട് മീറ്റർ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് കറണ്ട് മീറ്റർ ഇൻ വിച്ച് ഹെലിക്കോയിഡൽ വെയിൻസ് ആർ യൂസ്ഡ് എന്ന് വെച്ചാൽ ഹെയ്സ്കൽ കറണ്ട് മീറ്റർ, ആംസെല്ലർ കറണ്ട് മീറ്റർ, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. അവിടെ ഹെലിക്കോയിഡൽ വെയിൻസ് ആണ് റിവോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ദർ ആർ 2 types ഓഫ് കറണ്ട് അല്ലെങ്കിൽ പോയിന്റ് വെലോസിറ്റി മീറ്റർ വിച്ച് ആർ യൂസ്ഡ് ഇൻ ഇന്ത്യ. ഒന്ന് നേരത്തെ പറഞ്ഞ ഏതാ, കോണിക്കൽ കപ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് ഹെലിക്കോയിഡൽ വെയിൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിതിനെ വെർട്ടിക്കൽ ആക്സിസ് മീറ്റർ എന്നോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസ് മീറ്റർ എന്നും പറയാം. ഓക്കെ, അപ്പം അതിൻ്റെ ഇമേജ് ആയി കൊടുത്തിരിക്കുന്നത് ഇവിടെ കണ്ടു. ഈ സാധനം കണ്ടു, ഇത് കണ്ടോ, ഒരു കപ്പ് പോലെ സംഭവിക്കുന്നത്. അതും പിന്നെ അല്ലെങ്കിൽ ഹെലിക്കൽ സ്ക്രൂ പോലെ ഇരിക്കുന്ന അതായിരിക്കും അവിടെ റിവോൾവ് ചെയ്യുന്നത്. ഇവിടെ ഇതായിരിക്കും റിവോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കറണ്ട് മീറ്റർ വെച്ചിട്ട് ചെയ്യാം എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ എന്തോ ഒന്ന് സാധനം റിവോൾവ് ആകുമെന്ന് മനസ്സിലായി അല്ലേ. ഇനി എങ്ങനെയാണ് സംഭവം, ഇതിന് വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. Knowing the number of revolution per second made by the wheel when suspended in water from the cable, its velocity of flow can be easily measured using rating formula of the given current meter. ഓക്കെ, നമുക്ക് എന്തുമാത്രം റിവോൾവ് ചെയ്തെന്നുള്ളതും പെർ സെക്കൻഡിലുള്ള റെവല്യൂഷൻ നമ്പറും പിന്നെ എന്താണ് ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസിലി മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചാൽ ആ വെലോസിറ്റിയും ലീനിയർ ആയിട്ടുള്ള റിലേഷനാണ് എന്തുമായിട്ട്, നമ്പർ ഓഫ് റെവല്യൂഷൻസുമായിട്ട്. ഓക്കെ, അപ്പോൾ റേറ്റിംഗ് ഫോർമുല എന്താണെന്ന് നോക്കാം. V = A × NS + B. ഓക്കെ, ഇവിടെ V എന്ന് പറയുന്നത് ആ സ്ട്രീം വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. എയും B എന്ന് പറയുന്നത് ഓരോ കറണ്ട് മീറ്ററിലും ഓരോ കോൺസ്റ്റൻസ് പറയുന്നുണ്ട്, അതാണ് എയും ബിയും. ഓക്കെ, പിന്നെ NS എന്ന് പറയുന്നത് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. ഓക്കെ, എന്നിട്ട് ഈ NS നമുക്ക് കണ്ടുപിടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എയും ബിയും തന്നിട്ടുണ്ടായിരിക്കും, ബി കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അപ്പം ഇത് കാണാം, ഇതൊരു കറണ്ട് മീറ്റർ ആണ്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു വയറ് കാണും. എന്നിട്ട് ഈ ഒരു ഡിവൈസ് ഉണ്ട്, ഇതിലായിരിക്കും ചിലപ്പം ഈ റെവല്യൂഷൻസ് എല്ലാം മാർക്ക് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇത് ഇറക്കി വെച്ചിട്ട് ഇത് എന്തുമാത്രം റിവോൾവ് ചെയ്തെന്നുള്ളത് ഇതിൽ അറിയാൻ പറ്റും. അത് കിട്ടിയാൽ നമുക്ക് ഇക്വേഷൻ റേറ്റിംഗ് ഫോമിൽ ഇട്ടിട്ട് കാണാമല്ലോ, ഇക്വേഷൻ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി അടുത്തത് മെഷർമെൻറ്റ് ഓഫ് വെലോസിറ്റി. അപ്പോൾ ഈ ഒരു കറണ്ട് മീറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് ഈ സ്ട്രീമിൽ പോയിട്ട് മെഷർ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഈ ചാനലിൻ്റെ ഡെപ്ത് അധികം ഇല്ലാത്തതാണെങ്കിൽ, എന്ന് വെച്ചാൽ ഡെപ്ത് ഈസ് നോട്ട് ടു ലാർജ്, അങ്ങനത്തെ കേസിൽ ഇൻസ്ട്രുമെൻറ്റിനെ നമ്മളൊരു റോഡിലോട്ട് മൗണ്ട് ചെയ്തിട്ട് ആ റോഡിനെ നമ്മൾ ഇറക്കി വെക്കും. അപ്പം നമുക്കത് റോഡിനെ ഏത് പൊസിഷനിലും വെക്കണം എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, ഫിക്സ്ഡ് പൊസിഷനിലാക്കാം. എന്നിട്ട് ആ ഒരു പോയിന്റിലെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഇനി അതല്ല, ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ ദി ചാനൽ എന്ന് പറഞ്ഞാൽ മോറാണെങ്കിൽ, ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് റോഡ് വെച്ചിട്ടൊന്നും ഇറക്കി വെച്ചാൽ ഒന്നും പോരായിരിക്കും.
അവിടെ എന്താ എടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു ബോട്ടിൽ അവിടെ ഒരു ബോട്ട് യൂസ് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ ഒരു സ്ട്രീമിൽ എത്തിക്കഴിഞ്ഞാൽ സസ്പെൻഷൻ കേബിളോ അല്ലെങ്കിൽ വയർ റോപ്പ് വെച്ചിട്ട് നമ്മൾ ആ കറണ്ട് മീറ്ററിനെ അതിൽ കണക്ട് ചെയ്തിട്ട് താഴോട്ട് ഇറക്കും. വയർ വെച്ചിട്ടോ ഈ വയർ റോപ്പ് വെച്ചിട്ടോ സസ്പെൻഷൻ കേബിൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇറക്കുന്നത്. എന്നിട്ട് നമുക്ക് ഏത് പോയിന്റിലാണോ വെക്കേണ്ടത് ആ പോയിന്റിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് അവിടം വരെ എത്തിക്കും. എന്നിട്ട് നമുക്ക് പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യാം, കാരണം ഈ അറേഞ്ച്മെന്റ് ആണല്ലോ കറണ്ട് മീറ്ററിലുള്ളത്. എന്നിട്ട് ആ പർട്ടിക്കുലർ പോയിന്റിൽ സംഭവം സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇത് റിവോൾവ് ആകും, നമ്പർ ഓഫ് റെവല്യൂഷൻ കിട്ടും, ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. സംഭവം അത്രേ ഉള്ളൂ. ഓക്കെ. ഡെപ്ത് കുറവാണെങ്കിൽ റോഡിൽ മൗണ്ട് ചെയ്തിട്ട് ഇറക്കും. ഡെപ്ത് കൂടുതലാണെങ്കിൽ ഒരു ബോട്ടിൽ ചെന്നിട്ട് സസ്പെൻഷൻ കേബിളും വയർ റോപ്പൊക്കെ വെച്ചിട്ട് താത്ത് ഏത് ഡിസ്റ്റൻസ് ആണോ വേണ്ടത് അത് വെച്ചിട്ട് പിന്നെ സാധാ മറ്റേ ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ. ഇനി നമുക്ക് ഈ കറണ്ട് മീറ്ററിനെ പല വേസിൽ നമുക്ക് യൂസ് ചെയ്യാം. അതെന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, ഷാലോ സ്ട്രീം ആണെങ്കിൽ എന്ന് വെച്ചാൽ ഡെപ്ത് ലെസ് ദാൻ 3 മീറ്റർ ആണെങ്കിൽ അവിടെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോവാണേ, അവിടുത്തെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോവുക. അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു ഒറ്റ പോയിന്റിൽ ഉള്ള വാല്യൂ മാത്രം നമ്മൾ കണ്ടുപിടിക്കും. അതിനെ സിംഗിൾ പോയിന്റ് മെത്തേഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ആദ്യത്തെ സിംഗിൾ പോയിന്റ് മെത്തേഡ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിൽ പറയുന്നുണ്ടോ, വെലോസിറ്റി മെഷേർഡ് അറ്റ് 0.6 ടൈംസ് ഡെപ്ത് ഓഫ് ദി ഫ്ലോ ഈസ് ടേക്കൺ ആസ് എ ആവറേജ് വെലോസിറ്റി. എന്താണെന്ന് വെച്ചാൽ സ്ട്രീമാണ്, സ്ട്രീമിൻ്റെ ക്രോസ് സെക്ഷൻ ഇമേജ്. അപ്പോൾ ഇത് y ഡിസ്റ്റൻസ് ആണ് ഡെപ്ത് എങ്കിൽ, അല്ലെങ്കിൽ d ഡിസ്റ്റൻസ് ആണ് ഡെപ്ത് എങ്കിൽ സർഫസിൽ നിന്ന് 0.6 ഇൻറ്റു d ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക, മീൻസ് മനസ്സിലാക്കി വെക്കുക ആ ഡെപ്ത്. എന്നിട്ട് ആ ഡെപ്തിലെ എന്ത് കണ്ടുപിടിക്കണം, വെലോസിറ്റി കണ്ടുപിടിക്കണം. അതായിരിക്കും എന്ത്, ആ പർട്ടിക്കുലർ സ്ട്രീമിലെ ആവറേജ് വെലോസിറ്റി. ഓക്കെ. എന്താണ് സിംഗിൾ പോയിന്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഫ്രീ വാട്ടർ സർഫസിൽ നിന്ന് 0.6 ടൈംസ് ദി ഡെപ്ത് ഓഫ് ദി ഫ്ലോ, അവിടുത്തെ ഡെപ്ത് ഓഫ് ദി ഫ്ലോ എത്രയാണോ അതിനെ 0.6 ടൈംസ് ഉള്ള വെലോസിറ്റി കണ്ടുപിടിക്കുക. അതായിരിക്കും അവിടുത്തെ ആവറേജ് വെലോസിറ്റി. അപ്പോൾ ഇവിടെ എന്താ, ഒരൊറ്റ പോയിന്റിലെ ഒബ്സർവേഷൻ നമ്മൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സിംഗിൾ പോയിന്റ് ഒബ്സർവേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സിംഗിൾ പോയിന്റ് മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ വി ആവറേജ് എന്ന് പറയുന്നത് വെലോസിറ്റി അറ്റ് 0.6 ടൈംസ് ദി 0.6 ഡിസ്റ്റൻസ് എന്നല്ല, ഈ y എന്ന ഡിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ y എന്ന ഡെപ്തിന്റെ 0.6 ഇൻറ്റു y എന്ന വാല്യൂ ആണ് നമ്മൾ ഫ്രീ വാട്ടർ സർഫസിൽ നിന്ന് എടുക്കുന്നത്. ഓക്കെ. അവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിക്കുക, അതായിരിക്കും അവിടുത്തെ ആവറേജ് വെലോസിറ്റി. ഇനി മോഡറേറ്റ്ലി ഡീപ്പ് സ്ട്രീമാണ് അല്ലെങ്കിൽ 3 to 6 മീറ്റർ ഡെപ്ത് ഉള്ള സ്ട്രീം ആണെങ്കിൽ അവിടെ നമ്മൾ സിംഗിൾ പോയിന്റ് കൊണ്ട് പറ്റത്തില്ലായിരിക്കും. അവിടെ എന്താ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ 2 പോയിന്റ് കൺസിഡർ ചെയ്യും. അതെന്ന് വെച്ചാൽ ഒന്ന്, സർഫസിൽ നിന്ന് 0.2 ടൈംസ് ഡെപ്തും പിന്നെ 0.8 ടൈംസ് ഡെപ്തും. അത് ഇച്ചിരി മാറ്റിയിട്ട് 0.8 ടൈംസ് ഡെപ്ത് എടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ. ആ രണ്ട് വാല്യൂസിൻ്റെ ഈ വാല്യൂവിലെയും വെലോസിറ്റി കണ്ടുപിടിക്കും, ഈ വാല്യൂവിലെയും വെലോസിറ്റി കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ ആവറേജ് ആയിരിക്കും എന്ത്, ആ ഒരു പർട്ടിക്കുലർ സ്ട്രീമിൻ്റെ ആവറേജ് മീൻ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. വി ആവറേജ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് 0.2 ടൈംസ് വൈ പ്ലസ് 0.8 വൈയിലെ വെലോസിറ്റി കണ്ടുപിടിക്കുക, അതിൻ്റെ ആവറേജ്. ഓക്കെ. അപ്പോൾ ഇതിനെ 2 പോയിന്റ് ഒബ്സർവേഷൻ മെത്തേഡ് അല്ലെങ്കിൽ 2 പോയിന്റ് മെത്തേഡ്, ഡബിൾ പോയിന്റ് മെത്തേഡ് എന്നൊക്കെ പറയാം. ഇനി ഒരു മൂന്നാമത്തെ ഒരു വേയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കറണ്ട് മീറ്റർ തന്നെയാണ്. കറണ്ട് മീറ്റർ തന്നെ 3 മെത്തേഡ്സ് അല്ലെങ്കിൽ 3 വേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ പറയുന്നത്. ഒന്ന്, സ്ട്രീമിൻ്റെ ഡെപ്ത് അധികം ഇല്ലെങ്കിൽ സിംഗിൾ പോയിന്റ്, ഡീപ്പ് ആണെങ്കിൽ 3 to 6 മീറ്റർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം, ഡബിൾ പോയിന്റ് മെത്തേഡ്. ഇനി അടുത്തത് ഇൻ്റഗ്രേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ ഡെപ്ത് കുറച്ചും കൂടെ കൂടുതലാണ്, മോർ ദാൻ 6 മീറ്റർ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടർബുലൻ്റ് ആയിട്ടുള്ള ഫ്ലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദ മീറ്റർ ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ചാനൽ. അപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ നമ്മൾ കറണ്ട് മീറ്റർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കറണ്ട് മീറ്റർ ആണ് ഇറക്കി 0.6 വൈ ഡിസ്റ്റൻസ് ഇറക്കിയിട്ട് അവിടുത്തെ റെവല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് റേറ്റിംഗ് ഫോർമുല വെച്ചിട്ട് വി കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ഇവിടെ അതുപോലെ തന്നെ മീറ്ററിനെ നമ്മൾ പല പല ഡെപ്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ 0.1D, 0.2D, 0.3D, അങ്ങനെ പല പല ഡെപ്തിൽ, കറക്റ്റ് ഇന്ന ഡെപ്ത് എടുക്കാവുള്ളൂ എന്നല്ല, പല പല ഡെപ്തിലുള്ളത് മീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എന്താണ് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കും, പല പോയിന്റുള്ളത്. എന്നിട്ട് വെലോസിറ്റി റെക്കോർഡ് അറ്റ് ദീസ് ഡെപ്ത് ആർ ദെൻ അതിനെല്ലാം കൂടെ ആവറേജ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്ട്രീമിലെ ആവറേജ് അല്ലെങ്കിൽ മീൻ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ 2 മെത്തേഡിനേക്കാളും ആക്യുറേറ്റ് ആയിരിക്കും. കാര്യം എന്താ, പല ഡെപ്തിലെ കണ്ടുപിടിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും എന്ന് പറയുന്നത് കുറേ ഡെപ്ത് എടുത്താലല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ട്രീമിലെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മളല്ലാതെ തന്നെ മറ്റേതിൽ 0.6 ടൈംസ് ദി ഡെപ്ത് ഓഫ് ഫ്ലോ ഉള്ള വെലോസിറ്റി തന്നെയാണ് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു. അതിലും ആക്യുറേറ്റ് എന്ന് പറയുന്നത് 2 പോയിന്റ് ആണ്, കാരണം അവിടെ 2 പോയിന്റ് എങ്കിലും എടുക്കുന്നുണ്ട്. ഏറ്റവും ആക്യുറേറ്റ് എന്ന് പറയുന്നത്
മോർ ഡെപ്ത് എടുത്തിട്ട് വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ആവറേജ് ആണല്ലോ. അപ്പം തേർഡ് മെത്തേഡാണ് ഏറ്റവും ആക്യുറേറ്റ്. അപ്പം 0.1D 0.2D അങ്ങനെ പല ഡെപ്തിലെടുത്തു. ഡി എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ആണേ. അത് നമുക്ക് പലതായിട്ട് ഡിനോട്ട് ചെയ്യാം. വേറെ ടെസ്റ്റിലൊക്കെ വൈ എന്നായിരിക്കും. ഓക്കെ, ഡെപ്ത് അത്രയും ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം ഇത്രയും പറഞ്ഞത് എന്തായിരുന്നു? കറണ്ട് മീറ്ററിന് യൂസ് ചെയ്യുന്ന പല വേസും അതിൻ്റെ മെത്തേഡൊക്കെ ആയിരുന്നു. ഇനി എന്താണ്? കറണ്ട് മീറ്റർ കഴിഞ്ഞു. ഇനി അടുത്ത ലാസ്റ്റ് പിറ്റ്യൂട്ട് ട്യൂബ് വെച്ചിട്ട് നമുക്ക് വെലോസിറ്റി മെഷർ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഇത് ലാബിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ലാബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിറ്റ്യൂട്ട് ട്യൂബ്. ഇവിടെ നമ്മളിത് ഫീൽഡിൽ യൂസ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് ഫീൽഡിൽ കൊണ്ട് ഇറക്കി വെക്കുവാണെങ്കിൽ ഈ അപ്സ്ട്രീം സൈഡിലോട്ട് പോയിന്റ് ചെയ്യുന്ന രീതിയിൽ വെക്കുന്നത്. അപ്പോൾ ഈ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ ചിലപ്പോൾ സിൽട്ടൊക്കെ കാണും. ഇതിനകത്തോട്ട് കയറിയാൽ ഇത് ക്ലോഗ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫീൽഡിൽ യൂസ് ചെയ്യാത്തത്. ഓക്കെ, അപ്പം പിറ്റ്യൂട്ട് ട്യൂബിനെ നമ്മൾ സസ്പെൻഡ് ചെയ്തിടും. എന്നിട്ട് സ്ട്രീമിൻ്റെ ന്യൂസിൽ പോർഷൻ എന്ന് പറയുന്ന പോയിന്റിങ് അപ്സ്ട്രീം സൈഡിലോട്ട് പോയിന്റ് ചെയ്യുന്ന രീതിയിലാണ് വെക്കുന്നത്. ഇങ്ങനെ അപ്പം ഫ്ലോ ഇങ്ങോട്ടാണെങ്കിൽ വെള്ളം ഇങ്ങനെ ഇപ്പോൾ വരുമ്പോഴേക്കും ഇതിനകത്തുകൊണ്ട് വെള്ളം കയറും അല്ലേ. വെള്ളം കയറുമ്പോൾ ഇതെന്താ, വെള്ളം റൈസ് ചെയ്യും, വാട്ടർ റൈസ് ചെയ്യും. അപ്പം ഒരു ഡൈനാമിക് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ട്യൂബിൻ്റെ മൗത്ത് പോർഷനിലായിരിക്കും ആ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദി വെർട്ടിക്കൽ ലിമ്പിലുള്ള ലെവൽ ഓഫ് വാട്ടർ അപ്പോൾ റൈസ് ചെയ്ത് അപ്പോൾ ഈ വാട്ടർ സർഫസിനേക്കാളും അത് റൈസ് ആവും. ആ വാട്ടർ സർഫസിൽ നിന്ന് എന്തുമാത്രം റൈസ് ചെയ്തു എന്ന് നോട്ട് ചെയ്യുക. അതിനെ എച്ച് എന്ന് വേണേൽ പറയാം. ഓക്കെ, എച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിറ്റ്യൂട്ട് ട്യൂബ് വെച്ചിട്ടുള്ള വെലോസിറ്റി ഓഫ് ദി ചാനൽ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ ഉണ്ട്. V = √2GH. G എന്ന് പറയുന്നത് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, H എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് എന്തുമാത്രം റേസ് ചെയ്തു ഫ്രം വാട്ടർ സർഫസ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞതാണ് ഡിഫറെൻറ്റ് ഡിവൈസസ് വിച്ച് ആർ യൂസ് ഫോർ മെഷറിങ് വെലോസിറ്റി ഇൻ ദി സ്ട്രീം. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പം ലെക്ചർ നോട്ട് എഴുതുക, അപ്ലോഡ് ചെയ്യുക 10 മണിക്കുള്ളിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.